ഇവിടെയാണ് നാം കൊടുത്ത തലക്കെട്ട് പ്രസക്തമാകുന്നത്. എന്താ തലക്കെട്ട് നൽകിയത്? ദാനം ഔദാര്യമല്ല, സാധുവിന്റെ അവകാശമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടിയ ഒരാശയാണ്. കാരണം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നിടത്തൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കാണാം, ഇത് സാധുവിന്റെ അവകാശമാണ്. ഒരുപാട് സ്ഥലത്ത് ആദ്യം പറയാനുള്ളത് അതാണ്, ഔദാര്യമല്ല. നമ്മളൊക്കെ പലപ്പോഴും ഒരു 10 ഉറുപ്പ്യ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വലിയ ആൾ തന്നെ കേട്ടോ എന്നുള്ള നിലക്കാ കൊടുക്കുക, ഇത് ഞാൻ തരുന്നെ കേട്ടോ എന്നുള്ള നിലക്ക് ഇല്ല. അത് നമ്മൾ കൊടുക്കേണ്ടതാ. അതിൽ കൂടുതൽ ഞെളിയാനൊന്നും വകുപ്പില്ല. അങ്ങനെ എത്രയോ മനുഷ്യന്മാരുണ്ട്. അവനൊരു 10 ഉറുപ്പ്യ കൊടുക്കുകയാണെങ്കിൽ അത് എത്ര ആളോട് പറഞ്ഞറിയിച്ചിട്ടുണ്ടാവും എന്നറിയാം നിങ്ങൾ. കാരണം ഔദാര്യാണെന്ന് കരുതിയിട്ട് അയാൾ ഈ പറയുന്നത്. ഔദാര്യമല്ല, സാധുവിന്റെ അവകാശമാണ് യഥാർത്ഥത്തിൽ ദാനം. ഇത് തെളിയിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂമുൻ ലിസ്സായിലി വൽ മഹ്റൂം. സാധുവിന് അവകാശപ്പെട്ട അവകാശമുണ്ട് അവന്റെ സ്വത്തിലെ. ആരുടെ അവകാശാണ്? സാധുവിന്. സാധുവിന് ഇയാൾ ഔദാര്യമായിട്ട് കൊടുക്കുന്നല്ല. ഇയാളുടെ സമ്പത്തിൽ സാധുവിന് ഔദാര്യം ഉണ്ടാവുന്നല്ല പറഞ്ഞത്. സാധുവിന് അവകാശമുണ്ട്. ഹഖ് എന്ന് പറഞ്ഞാൽ അവകാശമാണ്. അത് കൊടുത്തേ പറ്റുള്ളൂ. അത് സമ്പത്തിന്റെ കേടുപാടുകൾ തീർക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ഇവന്റെ സമ്പത്ത് അശുദ്ധമാണ്. ഇവന്റെ സമ്പത്ത് പരിശുദ്ധമാകണമെങ്കിൽ സാധുവിന്റെ അവകാശം, അതിൽ നിന്ന് നിർബന്ധ ബാധ്യത കണക്കുകൂട്ടി അത് കൊടുത്തു മാറ്റണം.